വൃശ്ചികപ്പുലരിയിൽ അയ്യപ്പനെ കാണാൻ ഭക്തജന തിരക്ക്. തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതിയതായി ചുമതലയേറ്റ മേൽശാന്തി അരുൺ നമ്പൂതിരി പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. ഇന്ന് 70,000 പേരാണ് ഓൺലൈൻ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിരാവിലെ 3 മണിക്ക് തുറന്ന ശബരിമല നട ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുകയാണ്. സുജിത്ത്, അയ്യനെ കാണാൻ വലിയൊരു തിരക്ക് തന്നെയാണോ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്? മൊത്തത്തിൽ ഇന്ന് മുതൽ 18 മണിക്കൂറാണ് ദർശനം. അപ്പോൾ ഇന്നത്തെ ഒരു ക്രമീകരണവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് സുജിത്തെ? ശ്രീയ സ്വാമി ശരണം. രാവിലെ സന്നിധാനത്ത് വലിയൊരു തിരക്കാണ് നമുക്ക് ദൃശ്യമാകുന്നത്. നമ്മൾ ഈ തിരക്ക് പ്രതീക്ഷിച്ചതാണ്, എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. ആ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തിരക്കിനാണ് സന്നിധാനം സാക്ഷിയായിരിക്കുന്നത്. നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നട തുറക്കുന്ന ദിവസം വൈകിട്ട് 5 മണിക്ക്, ഇന്നലെ വൈകിട്ട് 4 മണിക്ക് നട തുറന്നപ്പോൾ മുതലുള്ള ആ തിരക്ക് ഒട്ടും കുറവില്ല. ഇന്നലെ ഹരിവരാസന സമയത്ത് അല്പം തിരക്ക് കുറഞ്ഞിരുന്നു. എന്നാൽ അതിരാവിലെ തന്നെ വലിയ തിരക്കാണ് സന്നിധാനത്ത് ദൃശ്യമായത്. രാവിലെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ തിരക്ക് അനുഭവപ്പെടുന്നു. ഫ്ലൈ ഓവർ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച. സാധാരണഗതിയിൽ 1-ാം തീയതിയിൽ ഇത്രയുമേറെ ഒരു തിരക്ക്, ഈ ഒരു ഫ്ലൈ ഓവർ നിറഞ്ഞു കവിയുന്ന രീതിയിലുള്ളൊരു തിരക്കൊന്നും ഉണ്ടാകാറില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വലിയ ഒരു രീതിയിലുള്ള ഒരു ഇത്രയും വലിയ തിരക്ക്, അതും പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ വിവിധ നാടുകളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ഒരു വരവാണ് ഏറെയുമുള്ളത്. രാവിലെ 3 മണിക്കാണ് ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നട തുറന്നത്. 1 മണി വരെയാണ് ദർശന സമയം രാവിലെ ഉള്ളത്. അതിനുശേഷം വൈകുന്നേരം 3 മണിക്ക് വീണ്ടും നട തുറക്കും. 11 മണിക്കാകും അതിനുശേഷം ഹരിവരാസനം പാടി നടയടക്കുക. എന്തായാലും ഈ ഒരുക്കങ്ങളൊക്കെ, എല്ലാ ക്രമീകരണങ്ങളുമൊക്കെ ഇന്നലെ തന്നെ രാത്രിയോടെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിരുന്നു. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ഒരു ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഒരുക്കി. കൂടാതെ സ്പോട്ട് ബുക്കിംഗ് വഴി ഒരു 10,000 പേർക്ക് കൂടി ദർശനം ലഭിക്കും. അങ്ങനെ ആകെ 80,000 പേർക്കാണ് ഒരു ദിവസം ദർശനം ലഭിക്കുന്നത്. ഇത് ഇനിയും വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഉയരുന്നത്. കാരണം 80,000 പേരിലേറെയാണ് ഓരോ ദിവസവും സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പക്ഷേ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളുമായി പോലീസ് അടക്കം രംഗത്തുണ്ട്. പോലീസിൻ്റെ നേതൃത്വത്തിൽ, അതായത് ഇവിടെ എത്തുന്ന പോലീസ് ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസ് ഒരുക്കുന്നുണ്ട്. 1250 സിവിൽ പോലീസ് ഓഫീസർമാരാണ് ഡ്യൂട്ടിയിലുള്ളത്. കൂടാതെ 10ഓളം ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഉള്ള പോലീസുകാർ ഉദ്യോഗസ്ഥരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ 20 മിനിറ്റ് ആയിരുന്നു പോലീസുകാർക്ക് 18ാം പടിയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 15 മിനിറ്റ് വെച്ച് ഇവർ മാറിക്കൊണ്ടിരിക്കും. 5 മിനിറ്റോളം അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പല നാടുകളിൽ നിന്നുള്ള ഭക്തർ അയ്യപ്പന്മാരിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്ന് വരികയാണ്? എറണാകുളം. രാവിലെ എപ്പോഴാണ് ഇന്നലെ പുറപ്പെട്ടത്? ഇന്ന് വൃശ്ചിക പുലരിയിൽ അയ്യപ്പനെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. അതെ. സംശരണം എപ്പോഴാണ് എവിടുന്ന് പുറപ്പെട്ടത്? ഞങ്ങൾ കൊച്ചി പള്ളുരുത്തി നിന്ന് വരിക. ഇങ്ങനെ കണ്ടില്ലേ, പല നാടുകൾ, കൊച്ചിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഉള്ള അയ്യപ്പന്മാർ, കുഞ്ഞു സ്വാമിമാർ ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്നാണ് സ്വാമി വരുന്നത്? തൃശ്ശൂർ കൊടാലി. എത്ര പേരടങ്ങുന്ന സംഘമാണ്? ഞങ്ങൾ 6 ആള്. ഈ ദേവസ്വം കൊണ്ട് എല്ലാവിധ സഹകരണം ഉണ്ടായിട്ട് എല്ലാ കൊല്ലം 21 കൊല്ലം ഞാൻ വരുന്നത്. പക്ഷേ ഈ കൊല്ലം ദേവസ്വത്തിൻ്റെ നല്ലൊരു സഹകരണം, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. വരുന്ന വഴിയിൽ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, എല്ലാവരും ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കൊല്ലം എല്ലാ സൗകര്യങ്ങളും നല്ല. ബാത്റൂം സൗകര്യം ഇത്തിരി കുറവുണ്ട്. ഞാൻ ലൈറ്റില്ല, രാവിലെ പോയി ലൈറ്റില്ല. അപ്പോൾ പരമാവധി പ്രശ്നങ്ങളില്ലാതെ അല്ലെങ്കിൽ സുഖദർശനം ഭക്തർക്ക് ലഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ബാത്റൂം സൗകര്യങ്ങൾ, ശൗചാലയങ്ങളടക്കമുള്ള സൗകര്യങ്ങൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം ഭക്തർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നമ്മളിവിടെ സന്നിധാനത്ത് വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നതും പലയിടങ്ങളിൽ ഭക്തർക്ക് വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളില്ലാത്തത് ഇത്തവണ ചെറുപന്തലുകളൊക്കെ ഒരുക്കിക്കൊണ്ട് അവർക്ക് വിരിവെക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ, മഴയും വെയിലും ഒന്നും ഏൽക്കാതെ ഇരിക്കുന്നതിനുള്ള ചെറുപന്തലുകൾ പലയിടങ്ങളിലായി സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്.
കൂടാതെ വിരിവെക്കുന്നതിനുള്ള ഇടത്താവളങ്ങൾ, പ്രത്യേക സ്ഥലങ്ങൾ, താവളങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് സന്നിധാനത്ത് ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനത്ത് ഇന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ സന്നിധാനത്തുണ്ട്. അദ്ദേഹം 9 മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും സന്നിധാനത്ത് ഒരുക്കി. വൃശ്ചിക പുലരിയിൽ അയ്യനെ ദർശിക്കുന്നതിന് വേണ്ടി. ശരി സുജിത്ത്, എന്തായാലും സന്നിധാനത്ത് വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്ന വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു സുജിത് സുരേന്ദ്രൻ.